പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക സ്വാഗതം ആശംസിക്കുന്നു. ഇന്ത്യൻ ഹിസ്റ്ററി, നമ്മുടെ മെഡീവൽ ഹിസ്റ്ററിയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് കമ്പനി, ഡാനിഷ് കമ്പനിയൊക്കെ ഇന്ത്യയിൽ അവർ വരുന്നതും ഒരു ഫാക്ടറി സ്ഥാപിച്ച് അവരുടെ ട്രേഡിങ് ആരംഭിക്കുന്നതും അതിനുശേഷം അവരുടെ മൊണോപ്പോളി പിന്നീട് ആരംഭിക്കുന്നതൊക്കെയാണ്. അതിനുശേഷം ഇപ്പൊ നമ്മള് വീണ്ടും മുഗളന്മാരിലേക്ക് പോവുകയാണ്. ജഹാംഗീറിന്റെ കാലഘട്ടം. ജഹാംഗീറിന്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. ക്യാപ്ചർ ഓഫ് കാൻഗ്ര ഫോർട്ട്. കാൻഗ്ര ഫോർട്ട് 1620 ക്യാപ്ചർ ചെയ്യുന്നതാണ്. ഈ കാൻഗ്ര ഫോർട്ട് എവിടെയാണ്? ഓക്കെ, റൈറ്റ്. നമ്മള് നേരത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. The Kangra fort is located 20 kilometers from the town of Dharmashala on the outskirts of the town Kangra, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ഒരു പട്ടണമാണ്. അവിടെ വരെ അതായത് ഈ കാൻഗ്ര ഫോർട്ട് ബിൽറ്റ് അത് പണിതത് രജപുത്ര ആർമിയാണ്. രജപുത്ര ആർമി. ഓക്കെ, അപ്പൊ ഇത് അക്ബറിന്റെ സീജ്, അക്ബറിന്റെ കാലഘട്ടത്തില് ആക്രമണത്തിനെ ചെറുത്ത് നിന്ന് തങ്ങളുടെ സാമ്രാജ്യം സംരക്ഷിച്ച ഒരു കോട്ടയാണ് ഈ കാൻഗ്ര. പക്ഷേ 1620 ജഹാംഗീർ, അക്ബറിന്റെ പുത്രനായ ജഹാംഗീർ ഇത് ഈ രാജപുത്രന്മാരെ പരാജയപ്പെടുത്തി കാൻഗ്ര ഫോർട്ട് കീഴടക്കുകയാണ്. ഓക്കെ, ഡാനിഷ് ട്രേഡേഴ്സ് സെറ്റിൽ ഇൻ ട്രാങ്കുബാർ ഇൻ തമിഴ്നാട് ആൻഡ് സേരാമർ ഇൻ ബംഗാൾ. രണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥലങ്ങളിൽ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെറ്റിൽ ആകുകയാണ്. അവരുടെ ട്രേഡ് മോണോപോളി ആരംഭിക്കുകയാണ് 1676. ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഡേറ്റും എന്താണ് പ്രധാനപ്പെട്ട സംഭവങ്ങളും എന്തൊക്കെയാണ് ഇവർ ചെയ്തതും എന്തൊക്കെയാണ് ട്രേഡ് നടത്തിയതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയൊക്കെ നിങ്ങളുടെ പഠന വിഷയമായിട്ട് മാറ്റുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ടൈം ലൈനിലൂടെ മാത്രമേ പോവുകയുള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല? ഇത് സമയമില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം, അതിന്റെ കാലഘട്ടവും വ്യക്തികളും സംഭവങ്ങളും മാത്രം പറഞ്ഞു പോവുകയാണ്. ഇനി ഡെത്ത് ഓഫ് ജഹാംഗീർ ആൻഡ് അസെഷൻ ഓഫ് ഷാജഹാൻ. ജഹാംഗീറിന്റെ പുത്രൻ ഷാജഹാൻ. ജഹാംഗീറിന്റെ മരണശേഷം 1627 ഷാജഹാൻ അധികാരം പിടിച്ചെടുക്കുകയാണ്, അധികാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കുടുംബപരമായ താഴ്വീട്. ബാബർ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ. പോയോ? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, അഞ്ചാമത്തെ ചക്രവർത്തി. ഓക്കെ, ബർത്ത് ഓഫ് ശിവജി മറാത്ത സാമ്രാജ്യത്തിന്റെ വലിയ ശക്തനായ ഭരണാധികാരി ഛത്രപതി ശിവജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ശിവജി 1627 അക്ബർ മരിക്കുന്നതും ജഹാംഗീർ മരിക്കുന്നതും ഷാജഹാൻ അധികാരത്തിൽ കയറുന്ന ശിവജിയുടെ ജനനം ആ കാലഘട്ടമാണ്, ആ വർഷമാണ്. ശിവജി ഇപ്പൊ ഇന്ന് മുംബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടത്തെ വിക്ടോറിയ ടെർമിനൽ ഇന്ന് അറിയപ്പെടുന്ന കഴിഞ്ഞ ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞു. ഇന്ന് ഛത്രപതി ശിവജി ടെർമിനൽ, CST ടെർമിനൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടതാണ്. വിക്ടോറിയയുടെ പേരിൽ, ക്വീൻ വിക്ടോറിയയുടെ പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാര് അത് ശിവജിയുടെ പേരിലാക്കി പേരുമാറ്റം നടത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി ഷാജഹാൻ പ്രൊക്ലൈംഡ് എംപറർ 1628 അദ്ദേഹം ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, ഷാജഹാൻ പ്രധാനപ്പെട്ട ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചക്രവർത്തിയാണ്. അതിന് കാരണം താജ്മഹലും അതുപോലെ തന്നെ റെഡ് ഫോർട്ടും ഒക്കെ പണി കഴിപ്പിക്കുന്നത് ഷാജഹാനാണ്. ഡൽഹിയിൽ നിന്നും ആഗ്രയിൽ നിന്നും മുഗളന്മാരുടെ ക്യാപിറ്റൽ സിറ്റി 1639 കാലഘട്ടത്തില് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും ഈ ഷാജഹാനാണ്. ഓക്കെ, അതിനു മുമ്പ് ഫത്തേപൂർ സിക്രി എന്നൊരു പട്ടണമുണ്ടായിരുന്നു ആഗ്രയ്ക്കടുത്ത്. ഫത്തേപൂർ സിക്രി എന്ന ക്യാപിറ്റൽ സിറ്റി അക്ബറിന്റെ പ്രകാരം അക്ബറിന്റെ ക്യാപിറ്റലായിരുന്നു. പിന്നീട് ആഗ്രയിലേക്ക്, അക്ബറിന്റെ കാലത്ത് തന്നെ ആഗ്രയിലായിരുന്നു. ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക്, റെഡ് ഫോർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഷാജഹാന്റെ കാലത്ത്. ഓക്കെ, ഷാജഹാൻ 1592 ജനിച്ചു, 1666 വരെ. അതിനു മുമ്പേ ഷാജഹാന്റെ മകൻ ഔറംഗസേബ് അധികാരം പിടിച്ച് തടവിലാക്കിയെന്നൊക്കെ ചരിത്രം. ഓക്കെ,
അപ്പൊ 1592 ജനനം. 1628 മുതൽ 58 വരെ, 58ലാണ് ഔറംഗസേബ് അധികാരം വരുന്നത്. അപ്പൊ 58 വരെ ഈ മുഗൾ എംപററാണ് ഷാജഹാന്റെ ഭരണമായിരുന്നു. His full name was Khurram Shahibuddin Muhammad. Khurram Shihabuddin Muhammad. He rebelled against his father in 1622, but he was pardoned. അപ്പനെതിരെ യുദ്ധം ചെയ്തുവെങ്കിലും അപ്പൻ അതൊക്കെ ക്ഷമിച്ചു. ഓക്കെ, ജഹാംഗീർ. ഓക്കെ, റൈറ്റ്. Then death of Shahjahan's wife മുംതാസ് മഹൽ. താജ്മഹലിന്റെ കാരണക്കാരിയായി തീർന്ന മരണമാണ് മുംതാസ് മഹൽ, ഷാജഹാന്റെ 14ാമത്തെ ഭാര്യ എന്നാണ് പറയുന്നത്. നിങ്ങൾ അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിച്ചു നോക്കുക. ഞാനൊന്ന് ഹിന്ദി എഴുതുള്ളൂ. ചെറുപ്പക്കാരിയായ ഭാര്യയായിരുന്നു. ഷാജഹാന്റെ പല ഭാര്യയായിരുന്നു. അത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക, ചരിത്രം പഠിക്കുക. ഡെത്ത് ഓഫ് ഷാജഹാൻസ് വൈഫ് മുംതാസ് മഹൽ 1631 ജൂൺ 17-ാം തീയതി. The building of the Taj Mahal 1632. 1632 1632 താജ്മഹൽ 1653 വരെയാണ് ഇതിന്റെ നിർമ്മാണം നടന്നിരുന്നത്. എത്ര കൊല്ലമാണെന്നറിയും? ഏതാണ്ട് 20 കൊല്ലക്കാലമാണ് ഇതിന്റെ നിർമ്മാണം. 1648 പൂർത്തിയായെങ്കിലും മുഴുവൻ പൂർത്തിയായി. നിങ്ങൾ താജ്മഹൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇതിന്റെ ഏകദേശം ഒരു കണക്ക് ഞാൻ അവതരിപ്പിക്കുക. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, ഇതിന്റെ ചെലവുകളെ പറ്റി. ഓക്കെ, താജ്മഹല് കണ്ടിട്ടില്ലാത്തവര് സാധിക്കുന്ന സമയത്തൊക്കെ പോയി കാണുക. അത്രമാത്രം മനോഹരമായ ഒരു വെണ്ണക്കൽ കൊട്ടാരമാണ് താജ്മഹൽ. യമുനാ തീരത്ത് സ്ഥിതി ചെയ്തിരിക്കുന്ന ആഗ്രയിലെ മനോഹരമായ ഒരു വെണ്ണക്കൽ കൊട്ടാരമാണ്. മുംതാസ് മഹലിന്റെ ശവകുടീരമാണ് അതിന്റെ സെൻട്രലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ അഭിമാനമായിട്ട് ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഷാജഹാന്റെ നിർമ്മിതിയാണ്. 1632 ഇത് ആരംഭിക്കുന്നത്. താജ്മഹൽ മീൻസ് ദ ക്രൗൺ ഓഫ് ദ പാലസ്. ഇതിനർത്ഥം താജ്, ദ ക്രൗൺ ഓഫ് പാലസ്. മഹൽ എന്ന് പറഞ്ഞ പാലസ്, താജ് എന്ന് പറഞ്ഞ ക്രൗൺ. ഓക്കെ, ഐവറി വൈറ്റ് മാർബിൾ മൊസോളിയം. മൊസോളിയം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അതിന്റെ അർത്ഥം പറയും. The south bank of river Yamuna, the city of Agra, നമ്മൾ കണ്ടു. It was commissioned in 1632 by Mughal Emperor Shah Jahan. Okay, to the house the tomb of his favorite wife. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ മുംതാസ് മഹലിന്റെ സ്മരണാർത്ഥം താജ്മഹൽ അദ്ദേഹം മാറ്റുകയാണ്, ടോംബായിട്ട് മാറ്റുകയാണ്. അതിനുശേഷമാണ് ഈ ടോംബിന്റെ ചുറ്റുവട്ടത്തെ ഈ മനോഹരമായ നിർമ്മിതി. ഓക്കെ, മൊസോളിയം എന്താണെന്ന് അർത്ഥം നോക്കുക. It's an external free-standing building constructed as a monument enclosing the interment space or burial chamber of a deceased person or people. അതായത് മരിച്ച ഒരാളെ, എന്ത് കാരണത്താലും മരിച്ച ഒരാളെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും പണിയുന്ന മനോഹരമായ ഒരു നിർമ്മിതിയാണ് മൊസോളിയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. May be considered as a type of tomb, or tomb may be considered to be within the mausoleum. അപ്പോൾ മൊസോളിയത്തിന്റെ ഉള്ളിൽ മൊസോളിയം ഒരു ടോംബായിട്ടും അല്ലെങ്കിൽ മൊസോളിയത്തിന്റെ ഉള്ളിൽ ഒരു ടോംബായിട്ടും പരിഗണിക്കുന്നത്. അപ്പോൾ മൊസോളിയം എന്താണെന്ന് മനസ്സിലായി. അതായത് നമ്മൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പലരുടെയും പല ചക്രവർത്തിമാരുടെ രാജാക്കന്മാരുടെ, പ്രത്യേകിച്ച് മുഗൾ രാജാക്കന്മാരുടെ ഒക്കെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു നിർമ്മാണം കാണാം. അപ്പൊ അതിനെ മൊസോളിയം എന്ന പേരിൽ അറിയുന്നത്. The tomb is a centerpiece of 17 hectares, 42 ഏക്കർ സ്ഥലമാണ്, കോംപ്ലക്സ് സ്ഥലമാണ് ഈ താജ്മഹലിന്റെ. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഇന്റർനെറ്റിൽ ഇഷ്ടംപോലെ ഇതിനെപ്പറ്റി അവൈലബിൾ ആണ്. Which includes a mosque ഉണ്ട്, and a guest house, and is set in formal gardens bounded on 3 sides by crenelated wall. അതായത് 3 സൈഡ് മനോഹരമായ വോളിനെ ചുറ്റപ്പെട്ടിരിക്കുന്ന വലിയൊരു വൃന്ദാവനം. അതിന്റെ ഉള്ളിലാണ് നല്ല ലാൻഡ്സ്കേപ്പിംഗ് നടത്തി നല്ല വൃത്തിയായിട്ട് സംരക്ഷിച്ചു വരുന്ന വൃന്ദാവനത്തിന്റെ ഒരു പൂന്തോട്ടത്തിന്റെ ഉള്ളിലാണ് താജ്മഹൽ. ഒരു സൈഡില് യമുന ആയത് കാരണം അവിടെ വോളില്ല, പക്ഷെ വോളിന്റെ താഴെ നമുക്ക് യമുന കാണാം.
താജ്മഹലിന്റെ പുറകിലായിട്ട് നോക്കുമ്പോൾ നമ്മൾ യമുനയുടെ തീരത്താണ്. യമുന കാണാം താഴേക്ക്, കെട്ട് താഴേക്ക് യമുനയുടെ സൈഡ് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, താജ്മഹൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വലിയ നിർമ്മാണമാണ്. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് കയറാൻ തന്നെ നമ്മള് കാല് കഴുകി കയറണം, ചെരുപ്പിട്ട് കയറത്തില്ല. ഓക്കെ. The Taj Mahal complex is believed to have been completed entirely 1653 പൂർണ്ണമായിട്ട് തീർന്നു എന്ന് പറയുന്നു. At a cost estimate, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം നോക്കുക, പൂർണ്ണമായിട്ട് ശരിയാണെന്നില്ല. എസ്റ്റിമേറ്റഡ് അതിന്റെ നിർമ്മാണ ചിലവ് at the time to be around 32 million rupees, which in 2015 കണക്കനുസരിച്ച് 32 മില്യൺ റുപ്പീസ് ആ കാലഘട്ടത്തില് 2015 കണക്കനുസരിച്ച് അപ്രോക്സിമേറ്റ് എത്രയാ നോക്കുക, $827 മില്യൺ എന്ന് പറഞ്ഞാൽ 52.8 ബില്യൺ ഇന്ത്യൻ റുപ്പി. 52.8 ബില്യൺ ഇന്ത്യൻ റുപ്പി. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഇൻറ്റു 1000, 1000 ഇൻറ്റു 1000 ഒരു മില്യൺ ഇൻറ്റു 1000. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത്, ഇൻറ്റു എന്നല്ല ശരിക്കും പറയുന്നത്, അതിന് ഇംഗ്ലീഷ് ജോസഫ് സാർ വരുമ്പോൾ നിങ്ങൾ തിരുത്തും, ഇൻറ്റു എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബില്യൺ കിട്ടും അല്ലെ. 1000നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മില്യൺ, മില്യനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബില്യൺ. അപ്പോൾ 52 ബില്യൺ എന്ന് പറയുന്നത് 52 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 52 ബില്യൺ. ഓക്കെ, 52 ബില്യൺ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എത്രയാണ്. അത് നമുക്ക് ഏകദേശം 5000 കോടി 5200 കോടിയോളം വരും ആ തുക. ഓക്കെ, അപ്പൊ താജ്മഹലിന്റെ ചെലവ് എന്തായാലും നോക്കാം. നമുക്ക് എത്ര വീട് പണിയാം അല്ലെ, എത്ര ഫ്ലാറ്റ് പണിയാം. The construction project employed 20,000 പണിക്കാർ, 20,000 ശില്പികൾ under the guidance of a board of architects led by the court architect ഉസ്താദ് അഹമ്മദ് ലഹോരി. മറക്കരുത്, 20,000 ചിത്രപ്പണിക്കാര്, കൊത്തുപണിക്കാര് ഉസ്താദ് അഹമ്മദ് ലഹോരിയുടെ നേതൃത്വത്തിൽ പണിതീർത്ത, 20 വർഷക്കാലം എടുത്ത് പണിതീർത്ത മനോഹരമായ ലോകാത്ഭുതമാണ് താജ്മഹൽ. താജ്മഹൽ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് നമ്മൾ കണ്ട 1983. ഇനി ഉസ്താദ് അഹമ്മദ് ലഹോരി നോക്കൂ. ഉസ്താദ് അഹമ്മദ് ലഹോരി ഈ പിക്ചർ നിങ്ങൾ യൂട്യൂബിൽ നോക്കുക, ക്ലിയർ ആവുന്നതിൽ ഓക്കെ, എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണുക. റെഡ് ഫോർട്ടിന്റെ ഒക്കെ സ്ഥാപനം ഇതാണ്. നല്ല മനോഹരമായ ഒരു കഴിവിട്ട ഒരു ശില്പിയായിരുന്നു ഉസ്താദ് അഹമ്മദ് ലഹോരി. റെഡ് ഫോർട്ടിന്റെയും താജ്മഹലിന്റെയും ശില്പിയായിരുന്നു അദ്ദേഹം. അഹമ്മദ് ലഹോരി, പേർഷ്യൻ or Indian architect. He is said to have been chief architect of the Taj Mahal in Agra, built between 1632 and 1648. അതാണ് പ്രധാന 53 പൂർണ്ണമായിരുന്നു. During the ruling period of Mughal Emperor Shah Jahan. His architecture being a combination of Persian, Islamic and Mughal architectural styles is widely considered to be the wonder of the world. Persian, Mughal and Islamic architecture ഒരു കോമ്പിനേഷൻ ആണ് ഈ ആർക്കിടെക്ചർ. രവീന്ദ്രനാഥ് ടാഗോർ അതിനെ a tear on the face of eternity. എന്തുകൊണ്ടാണ് അത് വിളിച്ചതെന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. എന്താ കാരണമെന്ന് ഞാൻ എനിക്ക് ഡീറ്റെയിൽ മനസ്സിലാക്കാൻ പോയിട്ടില്ല. A tear on the face of eternity ആണ് ടാഗോർ അതിനെ വിശേഷിപ്പിച്ചത്. ഇനി ഔറംഗസേബ് അപ്പോയിന്റഡ് ആസ് വൈസ്രോയ് ഡെക്കാൻ. അപ്പൻ ഷാജഹാനാൽ ഔറംഗസേബ് 1636 വൈസ്രോയ് ഡെക്കാൻ എന്ന് ഡെക്കാനായിട്ട് അവരോധിക്കപ്പെട്ടു. ഓക്കെ, ഇനി റെഡ് ഫോർട്ട്. ഷാജഹാന്റെ കാര്യം പറയുമ്പോൾ റെഡ് ഫോർട്ടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, അഭിമാനമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് റെഡ് ഫോർട്ട്. കാരണം 1947 ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയുടെ പതാക ജവഹർലാൽ നെഹ്റു
ത്രിവർണ പതാക ഉയർത്തിയത് റെഡ് ഫോർട്ടിന്റെ ലാഹോർ ഗേറ്റിലാണ്. ആ ലാഹോർ ഗേറ്റ് ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് റെഡ് ഫോർട്ട് പ്രധാനമന്ത്രി. അതിനുശേഷം എല്ലാ പ്രധാനമന്ത്രിമാരും ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുന്നത്. എല്ലാ പ്രധാനമന്ത്രിമാരും ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ ഇന്ത്യയുടെ ത്രിവർണ പതാക ഈ ലാഹോർ ഗേറ്റിലാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി അവസാനം വരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ്. ലാഹോർ ഗേറ്റ് എന്ന് അറിയപ്പെടാവുന്നത് പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന പ്രദേശമായിട്ടാണ്. ഇത് പല ഗേറ്റുകളുണ്ട്. ലാഹോർ ഗേറ്റ് പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് എങ്ങനെയാണ് ആ പേര് എനിക്ക് ഒരുപക്ഷെ മാറിയേക്കാം. ഓക്കെ, അപ്പൊ അതാണ് റെഡ് ഫോർട്ട്. The capital of Mughal Empire was changed from Agra to Delhi by Shah Jahan. 1638-ൽ ഷാജഹാൻ ഈ ക്യാപിറ്റൽ മാറ്റിയാണ് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക്. കുറച്ചുകൂടെ പറഞ്ഞു. The Red Fort is a historic fort in the city of Delhi. Old Delhiയിലാണ് സ്ഥിതി ചെയ്യുന്നത്. In India, New Delhi and Old Delhi served as the main residence of Mughal Empire. അപ്പോൾ ഷാജഹാൻ 1638 മുതൽ മുഗൾ എംപറർമാരുടെ റെസിഡൻസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. ഷാജഹാൻ കമ്മീഷൻ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. 1638 ആരംഭിച്ചു. 1648 ഇത് സമാപിക്കുകയാണ്. 1648 ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഉസ്താദ് അഹമ്മദ് ലഹോരി തന്നെയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 15-ാം തീയതി പതാക ഉയർത്തിയ സ്ഥലം ഇന്നും പതാക ഉയർത്തപ്പെടുന്നു. ഇനി ഫോർട്ട് സെന്റ് ജോർജ് ബിൽറ്റ് ഇൻ മദ്രാസ് ബൈ ദ ഇംഗ്ലീഷ്. ഫോർട്ട് സെന്റ് ജോർജ് മദ്രാസിൽ സെന്റ് ജോർജ് കോട്ട ഇംഗ്ലീഷുകാര് 1639 പണി കഴിപ്പിക്കുകയാണ്. ഫോർട്ട് സെന്റ് ജോർജ് ഹിസ്റ്റോറിക്കലി വൈറ്റ് ടൗൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. Is the British of the first English. Is the name of the first English fortress in India. അവരുടെ കോട്ട, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷുകാരുടെ കോട്ട സെന്റ് ജോർജ് കോട്ട. Founded in 1639 at the coastal city of Madras. മദ്രാസിൽ ആദ്യത്തെ കോട്ട സ്ഥാപിക്കുകയാണ്. The construction of the fort provided an impetus for further settlement and trading activity in what was originally an uninhabited land. അപ്പോൾ അവര് പൂർണ്ണമായിട്ടും അവരല്ലാതിരുന്നൊരു രാഷ്ട്രത്തില്, അവരുടെ സ്വന്തമല്ലാതിരുന്നൊരു നാട്ടില് അവർക്ക് ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തി എല്ലാവരും സംരക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ കോളനി വൽക്കരണത്തിന്റെ ആരംഭത്തിലേക്ക് ഫോർട്ട് കൺസ്ട്രക്ഷൻ സെന്റ് ജോർജ് 1639 സെന്റ് ജോർജ് ഫോർട്ടിന്റെ പണിയോടുകൂടി അതിന്റെ നിർമ്മാണത്തോടുകൂടി അവർക്ക് കൈവരികയാണ്. The fort currently houses ഈ തമിഴ്നാട്, ഈ സെന്റ് ജോർജ് ഫോർട്ടിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഈ സെന്റ് ജോർജ് ഫോർട്ട്. ഓക്കെ, ഇന്നത്തെ തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈ സെന്റ് ജോർജ് ഫോർട്ടിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ തമിഴ്നാട് നിയമസഭ എവിടെയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ 1639 പണി കഴിപ്പിച്ച കോട്ടയ്ക്കുള്ളിലാണ്. സെന്റ് ജോർജ് ഫോർട്ടാണ്, ഫോർട്ട് ഓഫ് സെന്റ് ജോർജ്. Aurangzeb became Emperor of Delhi 1658. ഷാജഹാനെ പിടിച്ച് തടവിലാക്കിയിട്ടാണ് എന്നാണ് ചരിത്രം പറയുന്നത്. മുംതാസ് മഹലിന് വേണ്ടി പണി കഴിപ്പിച്ച താജ്മഹൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ആഗ്ര ഫോർട്ടിൽ അദ്ദേഹത്തിനെ തടവിലാക്കി എന്ന് പറയപ്പെടുന്നു. അത് ഇന്നും അവിടെ പോയാൽ ആഗ്ര ഫോർട്ടിൽ കാണാൻ പോയാൽ ഔറംഗസേബ് ഷാജഹാനെ തടവിലാക്കിയ ആ സ്ഥലം കാണാം. അവിടെ നോക്കിയാൽ ഏറ്റവും മനോഹരമായിട്ട് താജ്മഹൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. യമുനാ തീരത്തിന്റെ സൈഡിൽ താജ്മഹൽ വളരെ രസകരമായിട്ട് ഈ ആഗ്ര ഫോർട്ടിന്റെ ഷാജഹാനെ തടവിലാക്കിയ സ്ഥലത്ത് നോക്കിയാൽ കാണാം. നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും അവിടേക്ക് വിസിറ്റ് ചെയ്യാം. ഔറംഗസേബ് 1658 അപ്പം മരിച്ചിട്ട്, സാധാരണ അപ്പന്മാരെ മരിച്ചതിന് ശേഷമാണ് ഇതിനു മുമ്പൊക്കെ മക്കൾ. ബാബറിന്റെ മരിച്ചശേഷമാണ് ഹുമയൂണിന്റെ മരണശേഷമാണ് അക്ബറിന്റെ മരണശേഷമാണ് ജഹാംഗീറിന്റെ മരണശേഷമാണ് ഷാജഹാൻ. പക്ഷേ ഷാജഹാന്റെ മരണത്തിന് മുമ്പേ ഔറംഗസേബ് അധികാരം ഏറ്റെടുത്തു. 1666 ഷാജഹാൻ മരിക്കുന്നത്. 1658 ജഹാംഗീർ അല്ല കേട്ടോ, ഞാനിപ്പോ ജഹാംഗീർ എന്നാ പറഞ്ഞേ, അല്ല, ഔറംഗസേബ് അധികാരം ഏറ്റെടുക്കുന്നു. അധികാരം അപ്പനെ തടവിലാക്കി. അബ്ദുൾ മുസാഫർ മുഹുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് 1618 1807 വരെ. വളരെ വർഷക്കാലം ഭരിച്ചു. 1707 വരെ.
ഏകദേശം 49 വർഷക്കാലം അദ്ദേഹം ഭരിക്കുകയാണ്. 6ാമത്തെ മുഗൾ എംപററായിട്ട് 58 മുതൽ 707 വരെ 49 വർഷക്കാലം, 50 അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു മാത്രം. ഇനി ശിവജി അസ്യൂംസ് റോയൽ ടൈറ്റിൽ. അദ്ദേഹം റോയൽ ടൈറ്റിൽ ഛത്രപതി എന്നുള്ള, ഛത്രപതി എന്ന് പറഞ്ഞ ഒരു കുടക്കീഴിൽ, ഛത്രം, ഒരു കുടക്കീഴിൽ എല്ലാം സംരക്ഷിക്കുന്നവർ. 1674 ശിവജി റോയൽ ടൈറ്റിൽ ഛത്രപതി എന്ന നാമകരണം ചെയ്തു. ഛത്രപതി is an Indian royal title equivalent to an emperor used by മറാത്ത ചക്രവർത്തി ആയിരുന്നു ശിവജി, നമ്മൾ നേരത്തെ കണ്ടു. The word Chhatrapati is from Sanskrit chatra, roof or umbrella, and padi, master, owner, ruler. അർത്ഥം മനസ്സിലായല്ലോ. Chhatrapati thus indicate a person who gives shade to his followers and protect their success. ശിവജി ബോൺസലെ, ഏതാണ് മുഴുവൻ പേര്? ശിവജി ബോൺസലെ കാലഘട്ടം 1627 1630, ആ കാലഘട്ടം ജനിച്ചു. 1680 മരിച്ചു. Was an Indian warrior king and a member of Bhonsle Maratha clan. Bhonsle Maratha clan പെട്ട ആളാണ്. ശിവജി carved out an enclave from the declining Adil Shahi dynasty of Bijapur that formed the genesis of Maratha Empire. Adil Shahi dynasty പരാജയപ്പെടുത്തി, ബീജാപ്പൂരിലെ ആദിൽ ഷാഹി ഡൈനാസ്റ്റി ഒക്കെ പരാജയപ്പെടുത്തിയാണ് മറാത്ത എംപയർ വലുതാക്കുന്നത് ശിവജി. ഓക്കെ, നമ്മുടെ ശിവജിയോടുകൂടി ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുമായി നമ്മൾ ഉടനെ കാണും. ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. നിങ്ങൾ നന്നായിട്ട് നോട്ട് എഴുതിയെടുക്കുക, മിടുക്കരായിട്ട് പഠിക്കുക. എല്ലാവർക്കും പ്രത്യേകം